ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സാറ്റർഡേ ഈവനിങ് ആണ്. അപ്പോൾ നമ്മുടെ ഫാമിലിയോടൊപ്പം നമ്മളൊരു വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈറ്റിംഗ് ചലഞ്ച്. അപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. ബാ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് ശനിയാഴ്ച ഞങ്ങളുടെ ഈവനിങ് മീറ്റാണ്. ഞങ്ങളൊരു മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും കൂടെ ചേർന്ന് കുറച്ച് ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു ആശയം വന്നു. എന്ന് വെച്ചാൽ ഒരു ഈറ്റിംഗ് ചലഞ്ച്. അത് അപ്പൊ അതിനെ പ്രതികരിക്കാൻ നമ്മുടെ കുടുംബത്തിനകത്തുനിന്ന് ഒന്ന് ലോബി, പിന്നെ രാജേഷ്, ഒപ്പൻ, ഇത് എന്റെ അളിയനാണ്. അപ്പം ഗൾഫിൽ നിന്ന് വന്നതേ ഉള്ളു, ഷിബു. അപ്പൊ അവനൊരാഗ്രഹം, അപ്പൊ അവര് നമ്മുടെ ആഗ്രഹത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുക. പിന്നെ രഞ്ജു, നമ്മുടെ സെക്രട്ടറി ലിജിമോൾ. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഈറ്റിംഗ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് 5 ദോശ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പം നികാസ് നമ്മളെ സാറ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറുണ്ട്, ടൈമിംഗ് നോക്കിക്കോണം. അപ്പൊ ഇതിന് അനുവദിച്ചിരിക്കുന്ന ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് ആണ്. അപ്പൊ 1 മിനിറ്റിനകത്ത് മാക്സിമം ക്ലീനോട് കൂടി ഓംപ്ലേറ്റും ഉണ്ടല്ലേ, സിംഗിൾ ഒരു സിംഗിൾ ഓംപ്ലേറ്റും 5 ദോശയും ചമ്മന്തി, സാമ്പാർ, ഇതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. തൊണ്ടക്കിരി കുടിക്കാൻ ഇവിടെ വെള്ളം കിട്ടത്തില്ല, അതുകൊണ്ട് അത് നോക്കി വേണം കഴിക്കാൻ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാൻ എടുത്ത് കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് മതി. അപ്പൊ ഇതാണ് നമ്മുടെ ഇത്. 1 മിനിറ്റ് 60 സെക്കൻഡ് നമ്മൾ തരുന്നു. ആ 60 സെക്കൻഡിനകത്ത് വെച്ച് ഇത് അതിന് നോക്കി, അതായത് 40 സെക്കൻഡിൽ കഴിച്ചു നിർത്തേക്ക് അത് ഓക്കെ. മാക്സിമം 1 മിനിറ്റ് ടൈമാണ്. അപ്പൊ നമ്മളൊരു ഈറ്റിംഗ് ചലഞ്ചാണ് ഞങ്ങളുടെ ആദ്യത്തെ എന്താണ്. അപ്പൊ ഇടയ്ക്ക് മുറിച്ചൊക്കെ ഇട്ട് സെക്കൻഡ് പറയാൻ അപ്പൊ റോയി സ്റ്റാർട്ട്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ നികാസ് സാറുടെ ടൈമർ കറക്റ്റ് ആയിരിക്കണം. 1 മിനിറ്റ്. ഓക്കെ, റെഡി? ഓക്കെ, സ്റ്റാർട്ട്. ഇത് ഇങ്ങനെ കല്യാണത്തിന് പോലും ചപ്പ നടക്കത്തില്ല. തൊണ്ടക്കിരുന്ന് കുരിക്കാൻ വെള്ളം കിട്ടത്തില്ല, ഇതും പറഞ്ഞേക്കാം. വെള്ളമില്ല. വളരെ സാവധാനം. 1 മിനിറ്റ് ടൈമാണ് കേട്ടോ. ഭൂഖണ്ഡം മുന്നേറുകയാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ടൈമിൽ ഒരു വ്യത്യാസം വരുന്നത്. 2 മിനിറ്റ് വരെ സമയം കൊടുക്കും. കാര്യം തൊണ്ടയ്ക്ക് ഇരുന്നതാവട്ടെ. കാര്യം 1 മിനിറ്റിൽ ഒന്നും ആവും തോന്നുന്നില്ല. കാര്യം 2 മിനിറ്റ് വരെ നമുക്ക് നോക്കാം. പക്ഷെ ഈ രീതിയിൽ പറ്റത്തില്ല. കാര്യം വാഷണ്ടന്റെ കണക്കിരുന്നാ പറ്റുന്നത്. സെക്രട്ടറിയെ, ഇത് നമ്മുടെ ഷിബു ആണെന്നുണ്ടെങ്കിൽ ദുബായിൽ ഷെഫാ ആള്. സാറിന്റെ പൊപ്പ ഇതല്ലല്ലോടേ. 53, 55 സെക്കൻഡ് കഴിഞ്ഞു. 56 സെക്കൻഡ് കഴിഞ്ഞു. അല്ല, 2 മിനിറ്റിലേക്ക് അമ്മ എക്സ്റ്റെൻഡ് ചെയ്തു. മികച്ചു നിൽക്കുന്നവരാ ജോബിയല്ലേ. നോക്കാം. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഫൈനലി ആരും വിൻ ചെയ്തു നോക്കാനേ പറ്റത്തുള്ളൂ തോന്നുന്നു. കാര്യം 1-2 മിനിറ്റിൽ നടക്കും തോന്നുന്നില്ല. ഞാൻ പറഞ്ഞേക്കാം. ലിജിമോളെ എടുത്ത് 5 കൊണ്ടിരുന്നാ ഇനി ചലഞ്ച് കൂടെ പോരാടുന്നുണ്ട് കേട്ടാ. ഇവര് ഭയങ്കര ജോബിയുടെ വിന്നായി. നിർബന്ധിച്ചതാ. സെക്കൻഡ് പ്രൈസ് ഉണ്ട്. സെക്കൻഡ് പ്രൈസ് ഉണ്ട്. അങ്ങനെ ജോബി വിന്നായിരിക്കുകയാണ്. ഇവിടെ സെക്കൻഡ് പ്രൈസിൽ 2 പേരുടെ കോമ്പറ്റീഷനാണ്. ഒന്ന് രാജേഷ്, ഒന്ന് രഞ്ജു തമ്മിലുള്ള മത്സരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടറി ഒരുപാട് പിന്നിലായി പോയി കേട്ടോ. സെക്രട്ടറി ഓക്കെ, 3-ാം സ്ഥാനം വരെ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഫസ്റ്റ് സെക്കൻഡ് അവ ഇറക്കിയിട്ടില്ല. അവിടെ കഴിക്കാം.
കമ്മിറ്റി കച്ചവടം ആവത്തില്ല. അല്ല, അവിടെ വേസ്റ്റ് പോയത് അതാണ് അത് ശകലമൊക്കെ ആഹാര ശൈലിയുടെ ഇത് അതുകൊണ്ട് കാര്യമില്ല. ഇല്ലില്ല തേട് നമ്മള് ഡിക്ലെയർ ചെയ്തില്ല. ഓക്കെ അപ്പൊ നമ്മൾ ഒരു വീട്ടിൽ തുടങ്ങി ടൈമിംഗ് നമ്മൾ വെച്ചില്ല. അവനെ ക്യാൻസൽ ചെയ്തു. 2 മിനിറ്റില് നമ്മുടെ ജോബി പക്ഷെ ജോബി 1 മിനിറ്റ് കഴിച്ചിരുന്നില്ലയോ? തീർന്നില്ല. 2 മിനിറ്റ്. പിന്നെ സെക്കൻഡ് ഇഞ്ചോടിഞ്ച് പോരാട്ടം 2 പേരും നടത്തി. കാര്യം രഞ്ജു രാജേഷും അതിൽ രാജേഷ് വന്ന് 3-ാം സ്ഥാനത്ത് വന്നു. പക്ഷെ നാളെ ഷെഫ് ആയിരിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ച ഇവരാണ്. പക്ഷെ അത് സാധിച്ചില്ല. എനിക്ക് തോന്നുന്നു എന്തോ കഴിഞ്ഞിട്ട് ഓക്കെ ഓക്കെ ഗായ്സ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും വ്യത്യസ്തങ്ങളായ വീഡിയോസുമായി വീണ്ടും കാണും വരെ ബൈ.